സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ഒക്ടോബർ മാസം 5-ാം തീയതിയാണ്. കർത്താവിൻ്റെ ദിവസമാണ്, ഞായറാഴ്ചയാണ്. ഒപ്പം തന്നെ തിരുസഭ വളരെ ആഘോഷമായിട്ട് ആഘോഷിക്കുന്ന 2 വിശുദ്ധരുണ്ട്. ഒന്നാമത്തത് വിശുദ്ധ ഫൗസ്റ്റീനയാണ്. നമുക്കറിയാം, ദൈവകരുണയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ലോകത്തെ ഉദ്ബോധിപ്പിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ ഫൗസ്റ്റീന. ഒപ്പം തന്നെ ഇന്ന് ആഘോഷിക്കുന്ന മറ്റൊരു വിശുദ്ധൻ്റെ തിരുനാൾ എന്ന് പറയുന്നത് വിശുദ്ധ പ്ലാസിഡാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ്റെ സ്വർഗീയ മധ്യസ്ഥനായിട്ട് അച്ഛൻ തെരഞ്ഞെടുത്ത വിശുദ്ധ പ്ലാസിഡാണ്. ഇന്ന് ബഹുമാനപ്പെട്ട പ്രശാന്ത് അച്ഛൻ്റെ ഫീസ്റ്റ് ഡേ ആണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുകയാണ്. കാരണം അതിന് കാരണമുണ്ട്. ഈ IMS ധ്യാനഭവനെ സംബന്ധിച്ചിടത്തോളം IMS സഭയിലെ ഏറ്റവും വലിയ ഒരു ആശ്രമമാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് IMS ധ്യാനഭവൻ. അപ്പോൾ ഈ IMS ധ്യാനഭവൻ്റെ നിലനിൽപ്പ് തന്നെ പക്ഷേ അത് ഞാൻ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. IMS ധ്യാനഭവൻ്റെ നിലനിൽപ്പ് തന്നെ സ്നേഹബഹുമാനപ്പെട്ട പ്രശാന്തച്ചനിലൂടെയാണ്. അതിൻ്റെ ഈ ധ്യാനത്തിൻ്റെ ആരംഭം കുറിച്ചത്. ഇന്നോ ഈ ധ്യാനങ്ങളെല്ലാം ഒരു മാസത്തിൽ 14 ധ്യാനങ്ങളാണ്. ഈ ധ്യാനങ്ങളെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്രശാന്തച്ചനാണ്. ഇനി ധ്യാനങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങുന്നില്ല. നമുക്കറിയാം, 3 മാനസികാരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. എത്ര മനോഹരമായിട്ടാണ് പലരും, ഞങ്ങളുടെ സഭയിൽ നിന്നാണെങ്കിലും പുറത്തു നിന്നാണെങ്കിലും, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരായാലും ഒക്കെ വന്ന് കാണുമ്പോൾ പറയുന്നത് എന്ത് സുന്ദരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നതെന്ന്. ഇതെല്ലാം സ്നേഹബഹുമാനപ്പെട്ട പ്രശാന്തച്ചൻ്റെ കരവിരുത് തന്നെയാണ്. അച്ഛനിലൂടെ ആണ് കടന്നു വരുന്നത്. അപ്പോൾ ഇന്നേ ദിവസം സ്നേഹബഹുമാനപ്പെട്ട പ്രശാന്തച്ചൻ്റെ ഈ ഫീസ്റ്റ് ആഘോഷിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഞാൻ വിചാരിക്കുകയാണ്, അച്ഛൻ്റെ വീട്ടിൽ നിന്നപ്പോഴാണ് ഒരു സഹോദരനുണ്ട്. സഹോദരനും അതുപോലെ സഹോദരിമാരെല്ലാം എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം. അപ്പം അവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ ഇന്നേ ദിവസം സ്നേഹബഹുമാനപ്പെട്ട പ്രശാന്തച്ചന് IMS സഭയിലേക്ക് സമ്മാനിച്ച അച്ഛൻ്റെ സ്വർഗീയ മാതാപിതാക്കളെ കർത്താവിൻ്റെ രക്ഷകനെയ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ അവരെ കണ്ടിട്ടുണ്ട്, അച്ഛനെ കണ്ടിട്ടുണ്ട്. പോകുമ്പോഴെല്ലാം ഞാൻ കണ്ട ഒരു കാര്യം, ബോധ്യപ്പെട്ട കാര്യം, അപ്പച്ചൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പച്ചൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് അപ്പച്ചൻ്റെ ആശീർവാദം മേടിക്കും. ഇങ്ങനെ നമ്മൾ പാട്ട് പാടുന്നുണ്ട് അല്ലേ, ഇത്ര ചെറുതാകാൻ എത്ര വലുതാകണമെന്നൊക്കെ അല്ലേ. അപ്പോൾ ഇതെല്ലാം അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്ന ഗുണങ്ങളാണ്. ഒപ്പം തന്നെ ഒരു 6 വർഷത്തെ നല്ല സ്നേഹ എക്സ്പീരിയൻസ് ആണ് അച്ഛനിൽ നിന്ന് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 6 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് വരുമ്പോൾ അച്ഛനെ കുറിച്ചുണ്ടാകുന്ന ചിന്തയും അച്ഛനോട് താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന ഈ ചിന്തയെല്ലാം ഒത്തിരി വ്യത്യസ്തമാണ്. നല്ല ഒരു സ്നേഹാനുഭവമാണ്. ഒരു സ്നേഹം നിറഞ്ഞ ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് അച്ഛൻ പെരുമാറുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒപ്പം തന്നെ പ്രാർത്ഥനയുടെ വലിയ ശക്തിയാണ് അച്ഛനിലൂടെ ഞങ്ങൾക്കും ഈ ധ്യാനഭവന് ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒപ്പം തന്നെ പ്രിയപ്പെട്ട അച്ഛൻ്റെ ഫീസ്റ്റ് ഡേ ആഘോഷിക്കുമ്പോൾ നമുക്ക് അച്ഛൻ്റെ ആരോഗ്യത്തെയും അച്ഛൻ്റെ മുന്നോട്ടുള്ള ശുശ്രൂഷയെല്ലാം കർത്താവിനെ രക്ഷിക്കുന്ന ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഒപ്പം സ്വർഗീയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സഹോദരരെല്ലാവരെയും കർത്താവിൻ്റെ ഈ രക്ഷിക്കുന്ന ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറെ നാൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, എനിക്ക് തോന്നുന്ന അച്ഛൻ്റെ 2ാമത്തെ അപ്പോയിൻമെൻറ്റാണ് IMS ധ്യാനഭവൻ. ആദ്യം കുറച്ചധികം വർഷം അച്ഛൻ വടക്കിന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ സുപ്പീരിയറൊക്കെ ആയിരുന്നതാണ് ഫാദർ വിജയരാജന്. അച്ഛന് രണ്ടുപേരും ഒന്നിച്ചൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഈ സമയത്തും ഇവർ ഒന്നിച്ചു തന്നെയാണ്. അപ്പോൾ അച്ഛൻ്റെ ഈ ശുശ്രൂഷയെല്ലാം അവിടെയാണെങ്കിലും ഒരുപാട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ എല്ലാ മുന്നോട്ടുള്ള ശുശ്രൂഷയിലും ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അച്ഛൻ്റെ ഈ ഫീസ്റ്റ് ഡേ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നടന്നുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധയിലായിരിക്കാം. ബഹുമാനപ്പെട്ട IMS ധ്യാനഭവൻ്റെ സുപ്പീരിയർ അച്ഛൻ ജോഷിയത്തിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ
തിരുനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാ നന്മ